അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. അവൻ കൊടുത്തുവിട്ട ഉടുപ്പുകള് നമ്മൾ ആസ് എക്സാക്ട്ലി പറഞ്ഞ സൈസിന് പെർഫെക്റ്റ് ആയിരുന്നു, ക്വാളിറ്റി ഉണ്ടായിരുന്നു, സൂപ്പർ ആയിരുന്നു. നീ വലിയവനാടാ. നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു മാതൃകയാക്കാൻ പറ്റും. അത്രയ്ക്കുണ്ട് അവന്റെ ജീവിതത്തിൽ കൂടെ അവൻ പഠിച്ച പാഠങ്ങൾ. ഇതൊക്കെ എന്ത് ഇൻട്രോവേർട്ടായി വളരെ ബുദ്ധിമുട്ടി, വളരെ ഡിപ്രഷൻ ലെവലിലൊക്കെ പോയി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കുഞ്ഞ് തിരിച്ചറിവിൽ കൂടെ തിരിച്ചു വന്ന് നല്ല രീതിയിൽ അവനത് ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ്. അവനെ സപ്പോർട്ട് ചെയ്യരുത്. അവനെ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ തൃക്കുടിത്താനം പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരും. അവിടെ നൈറ്റ് ഇട്ടുകൊണ്ട് പലരും വന്നിട്ട് നമ്മളെ പിടിച്ച് അകത്തിട്ട സിനാരിയോ കുറെ മീഡിയ പേഴ്സൺസിനെ കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്ത് കൊടുക്കും. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. എന്ന് വേണ്ട നമ്മളെ പറ്റി ഇല്ലതും ഇല്ലാത്തതും പൊല്ലാത്തതുമായ കുറകളും വൃത്തികേടുകളും ഒക്കെ പറയും. തോന്നിവാസങ്ങളുടെ വലിയൊരു ഭണ്ഡാരക്കെട്ട് അയച്ചുവിടും, കൊട്ടേഷൻ കൊടുക്കും. ഇതൊക്കെയല്ലേ താൻ ചെയ്ത പണി? എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ആ കൊട്ടേഷനിൽ കൂടെ നമ്മളെ ഏറി കയറ്റും, പല രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കും, നാട്ടുകാരെ കൊണ്ടൊക്കെ തെറിയും വിളിപ്പിക്കും. കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആണ്. കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് സന്ദീപിന് ഈ കെണി കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഒരു നല്ല മോഡലാണ് അവൻ. അതുവരെ നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത് എന്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്, എന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു കള്ളത്തരത്തിന് ആ കുഞ്ഞ് ഉത്തരം പറയുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു. അവനെ ചേർത്ത് പിടിച്ചത് ഒറ്റ കാരണം കൊണ്ട് നമ്മളൊക്കെ എന്തുമാത്രം കേട്ടു. ആ കുട്ടിയെ നിസ്സാരമല്ല കേട്ടത് കേട്ടോ. ഫേസ്ബുക്കിലൊക്കെ അവനെ വിളിക്കാത്ത തെറിയില്ല, അവനെ പറയാത്ത മോശമില്ല. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. അത്രത്തോളം അതിനെ മാനസികമായി തകർക്കുന്ന രീതിയിലുള്ള കമന്റുകൾ ഇട്ട് ആക്രമിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നേറി വന്ന് കളക്ടറെ കൊണ്ട് അവന്റെ പ്രോജക്റ്റ് അവൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനാണ് മിടുക്കൻ. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. ഈ സുധിയുടെ സഹപ്രവർത്തകർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മേക്കപ്പ് ഐറ്റം ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു പുരാവസ്തുവിനല്ല പോയി സപ്പോർട്ട് ചെയ്യേണ്ടത്. 100 200 ഇട്ട് കൊടുത്തുകൊണ്ട് എന്ത് ആവാസത്തരത്തിനും കൂട്ടു നിൽക്കാൻ വിളിച്ചപ്പോൾ അവന്റെ ആത്മാഭിമാന ബോധം അതിനെ അനുവദിക്കാതെ അതല്ല ശരി എന്ന് തുറന്നു പറഞ്ഞില്ലേ, വിളിച്ചു പറഞ്ഞില്ലേ. തെറിവിളികളും പ്രാക്കുകൾക്കും ഇടയിൽ ഞാനാണ് ശരിയെന്ന് അവന്റെ ചെറിയ വാക്കുകൾ കൊണ്ട് അവൻ നമുക്ക് മനസ്സിലാക്കിച്ചു തന്നില്ലേ. ഗ്രേറ്റ് പേഴ്സൺ എന്നേ ഞാൻ പറയുള്ളൂ. കിച്ചു സൂപ്പറാണ്, കിച്ചു നന്നായി വരും. നമ്മളെ മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പൈസ അങ്ങോട്ട് കൊണ്ടിട്ട് കൊടുക്കുക, വീട് വെച്ച് കൊടുക്കുക, AC വെച്ച് കൊടുക്കുക, അവരെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കിട്ടി എല്ലിൻ്റെ ഇടയിൽ കുത്തുമ്പോൾ അവരിട്ട് നാട്ടുകാരെ തെറി വിളിക്കുക. എന്താ ഉറക്കം വരുന്നു. അവന്റെ പേർക്ക് കിട്ടിയ വസ്തുവിൽ അവന് വേണമെങ്കിൽ വന്ന് ആ മുറിക്കകത്ത് കിടന്നോളാം എന്ന ധാർഷ്ട്യ രൂപേണയുള്ള ഓർഡറാണ് നമ്മൾ കേട്ടത്. പറമ്പ് കൊടുത്തു എന്നൊരൊറ്റ കാരണം കൊണ്ട് അവനെ ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ അധിക്ഷേപിച്ചു. എന്തൊരു നീചനാണ്. നാളത്തെ വാഗ്ദാനമായ നമ്മുടെ രാജ്യത്തെ പൗരനായ ഈ പ്രായത്തിലുള്ള കിഡ്സ്, ആ കുട്ടികളുടെ ഏറ്റവും വലിയ, അതായത് അവന്റെ കരിയർ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞ് അവനെ താറടിക്കാൻ ശ്രമിച്ചു. ഒറ്റ കാര്യമേ ഉള്ളൂ, കാലിന്റെ അടിയിൽ വന്ന് നിന്നില്ല. നമുക്ക് മനസ്സിലായി. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.